തൃശൂർ ചേലക്കരയിൽ പാറ പൊട്ടിക്കുന്നതിനിടെ ക്വാറിയിൽ നിന്ന് കരിങ്കൽ സമീപത്തെ വീടുകളിലേക്ക് പതിച്ചു. ആഴ്ചകൾക്ക് മുൻപ് പ്രവർത്തനം തുടങ്ങിയ ഉഴുന്നുംപറമ്പിലെ ക്വാറിയിൽ നിന്നാണ് കരിങ്കൽ തെറിച്ചത്. ചട്ടങ്ങൾ പാലിക്കാതെയുള്ള പാറ ഖനനം എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ചേലക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെയായിരുന്നു പുതിയ ക്വാറിക്ക് അനുമതി നൽകിയത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അനുമതിക്ക് അംഗീകാരം നൽകി. ഒരംഗം മാത്രമാണ് എതിർപ്പ് രേഖപ്പെടുത്തിയത്. 2 ആഴ്ച മുൻപ് വെങ്ങാനല്ലൂർ എസ്റ്റേറ്റിന് സമീപം ഉഴുന്നുപറമ്പ് പ്രദേശത്ത് ജോസഫ് ഇട്ടിയാരയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറി പ്രവർത്തനം ആരംഭിച്ചു. പാറ പൊട്ടിക്കുമ്പോൾ വീടുകളിൽ പ്രകമ്പനം അനുഭവപ്പെടുന്നത് പതിവായിരിക്കെയാണ് കരിങ്കൽ തെറിച്ച് വീടുകളിലേക്ക് പതിച്ചത്. 3-4 ആള് കല്ല് വെടിപൊട്ടിട്ട് തെറിച്ചു. 3-4 വീട്ടിലേക്ക് വന്ന ഒരാളുടെ തലയ്ക്ക് മേലെ കയറിപ്പോയി. പിന്നെ അവർ പറഞ്ഞു ഇനി മേലെ ഉണ്ടാവില്ല എന്നാണ് പറയണത്. അത് നമുക്ക് അങ്ങനെ വിശ്വാസമില്ല. ഇനി വെടിപൊട്ടി നാളെ കല്ല് വരും. തെരഞ്ഞെടുപ്പ് കാലമായിട്ട് കൂടി ജനപ്രതിനിധികൾ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടുതൽ ഉഗ്രശേഷിയോടെ പാറ പൊട്ടിക്കൽ തുടർന്നാൽ കിടപ്പാടം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.